ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് നാളിലെ ധ്യാനത്തിലേക്ക് ഏവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചു കൊള്ളുന്നു. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശിഷ്യത്വം എന്നതാണ്. വേദഭാഗം മർക്കോസ് 10-ാം അധ്യായം 35 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങൾ. കുറുവാക്യം മർക്കോസ് 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമത്രേ വന്നത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ വാക്യമാണ് ഇന്ന് ചെറുചിന്തയ്ക്കായി ഉപയോഗിക്കുന്നത്. ശിഷ്യത്വത്തെ കാര്യസാധ്യ ഉപാധിയായി കാണുന്ന പ്രവണത യേശു പ്രോത്സാഹിപ്പിക്കുന്നില്ല. യാക്കോബും യോഹന്നാനും തങ്ങളുടെ ആഗ്രഹങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള സാധ്യതയായി യേശുവുമായുള്ള ബന്ധത്തെ ഉപയോഗിക്കുന്നു. സഭയിലും സമൂഹത്തിലും വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ തങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കാവുന്ന നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമം ശുശ്രൂഷയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതാണ്. അനേകർക്ക് വേണ്ടി സ്വജീവനെ മറുവിലയായി കൊടുക്കുന്ന ശിഷ്യത്വത്തിന്റെ മാതൃകയാണ് യേശു വെളിപ്പെടുത്തുന്നത്. അധികാര സ്ഥാനങ്ങൾ സ്വകാര്യ താൽപര്യ സംരക്ഷണത്തിനുള്ള ഇടങ്ങളായി തീരുന്ന വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായേക്കാം. അധികാര സ്ഥാനങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. നേടിയെടുക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് കൊണ്ടുള്ള സ്വാതന്ത്ര്യവും സന്നദ്ധതയുമാണ് ശിഷ്യത്വത്തിന്റെ മാതൃക എന്നതാണ് ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ. യോഹന്നാനും യാക്കോബും പിന്നത്തേതിൽ ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലുകളെ ശിരസാവഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 12:2 യാക്കോബ് രക്തസാക്ഷിയായി എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകനായി ശിഷ്യത്വത്തിന്റെ സഹനപാതയിൽ നാടുകടത്തപ്പെട്ടു. പ്രിയരെ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ആത്യന്തികമായി ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പ് നാളുകൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഇപ്രകാരമുള്ള ശിഷ്യത്വത്തിന്റെ അനുഭവങ്ങളാണ്. അതിനായി ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.